വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, സമാധാന പ്രഭുവായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ദൈവപുത്രൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് ആശംസിച്ചുകൊണ്ട് കടന്നു വന്നവൻ, പാടുപീടുകൾ സഹിച്ച് മരിച്ച് പുനരുത്ഥാനം ചെയ്തപ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്നരുളി ചെയ്തവൻ, യഹൂദന്മാരെക്കുറിച്ചുള്ള ഭയനിമിത്തം കതകുകളടച്ചിരിക്കെ ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് ആശംസിച്ചവൻ, കൂട്ടത്തിലായിരുന്ന തോമസിൻ്റെ നിർബന്ധമകറ്റുവാൻ പുനരുദ്ധാനത്തിൻ്റെ 8-ാം ദിവസം തോമസ് കൂടെ ആയിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് സമാധാനം ആശംസിച്ച് തോമസിനെ അടുത്ത് വിളിച്ച്, എൻ്റെ കൈകൾ കാണുക, കാലുകൾ കാണുക, വിലാവ് കാണുക, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തി കൊടുത്തത് സമാധാനത്തിലൂടെയാണ് എന്ന് വരികിൽ, ആ യേശു സമാധാനമല്ല, വാളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഭിന്നതയാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വിരോധാഭാസമല്ലേ? എന്നാൽ ദൈവത്തിനേക്കാൾ കൂടുതലായി അപ്പനെയോ അമ്മയോ സഹോദരനെയോ സഹോദരിയോ നിലംപുരയിടങ്ങളെയോ ഒക്കെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറയുമ്പോഴും മാതാപിതാക്കളെ അവഗണിക്കണമെന്നോ അവരോട് ബഹുമാനമില്ലാതെ പെരുമാറണമെന്നോ ഒന്നും അർത്ഥമാക്കുന്ന ഒരു യേശുവിനെ അല്ല നാം കാണുന്നത്. സുറിയാനി ഭാഷയിൽ ജനങ്ങൾക്ക് തമ്പുരാൻ്റെ സ്വരമായി മാറുവാൻ തൻ്റെ കവിതയിലൂടെ തൻ്റെ പ്രസംഗങ്ങളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വീണയായി മാറുവാൻ ഭാഗ്യം സിദ്ധിച്ച വിശുദ്ധ അപ്രേമിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥമെന്താണെന്ന് ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ക്രിസ്തുവർഷം 306-ാം ആണ്ടിൽ ജനിച്ച അദ്ദേഹം ക്രിസ്തുവർഷം 378-ാം ആണ്ടിൽ ഈ ലോകത്തെ വിട്ട് കടന്നു പോവുകയാണ്. ആ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് സഭയിലെ, പ്രത്യേകിച്ച് കിഴക്കൻ സഭകളിലെ സുറിയാനി സഭയിലെ ഏക വേദപാരംഗതൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയായി മാറി. കവിയായിരുന്നു, വാഗ്മിയായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ വീണയായിരുന്നു അപ്രേം. AD 306-ൽ മെസോപ്പൊട്ടോമിയയിലെ സിസിബിസിയിൽ
അദ്ദേഹം ജനിക്കുകയാണ്. സെസീബിസിൽ ജനിച്ച അദ്ദേഹം 18-ാമത്തെ വയസ്സിലാണ് മാമോദിസ സ്വീകരിക്കുന്നത്. മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിൽ ജീവിച്ച അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സെസീബിസ് മുസ്ലിങ്ങൾ കൈയടക്കിയ പശ്ചാത്തലത്തിൽ അവിടെ നിന്നും അദ്ദേഹം എഡേസയിലേക്ക് പലായനം ചെയ്യുന്നതായി കാണുന്നുണ്ട്. ജീവരക്ഷാർത്ഥം എഡേസയിലേക്ക് പോയി പ്രവർത്തിച്ച അദ്ദേഹം എഡേസയിലെ ആരാധനക്രമത്തിൻ്റെയും വിശുദ്ധ ഗ്രന്ഥകാര്യാലയത്തിൻ്റെയും ഒക്കെ അംഗമായിരുന്നു കൊണ്ട് അതിൻ്റെ പെരുമ വർദ്ധിപ്പിച്ചു എന്നുകൂടി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എഡേസയിൽ വെച്ച് ഒരു പുരോഹിതനാകുവാനുള്ള ആഗ്രഹത്തിൽ പഠനം നടത്തിയ അദ്ദേഹം 6-ാം പട്ടം സ്വീകരിച്ചു. എങ്കിലും 7-ാം പട്ടം സ്വീകരിക്കുവാൻ, പൗരോഹിത്യ പട്ടം സ്വീകരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ എളിമ സമ്മതിച്ചില്ല. ഞാനതിന് യോഗ്യനല്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു വിശുദ്ധ അപ്രേമിനുണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ ഒരു മെത്രാനാക്കുവാൻ ആഗ്രഹിച്ചപ്പോഴും വളരെ സ്നേഹത്തോടുകൂടി അത് നിരസിച്ച ഒരു വ്യക്തിയെയാണ് വിശുദ്ധ അപ്രേമിൽ നാം കാണുന്നത്. ഡീക്കൻ അപ്രേം അഗാധമായ വിനയത്തിൻ്റെ ജീവിതം സ്വീകരിച്ച് നിലത്ത് കിടന്ന് ഉറങ്ങി, രാത്രി ദീർഘനേരം പ്രാർത്ഥിച്ച്, പല ദിവസങ്ങളിലും ഉപവസിച്ച്, മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ അത് കേൾക്കാതെ ലളിതമായി അവരിൽ നിന്നും മാറിപ്പോയ ഒരു വ്യക്തിയാണ് വിശുദ്ധ അപ്രേമിൽ നാം കാണുന്നത്. സുറിയാനി ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യം അദ്ദേഹം നേടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, വിജ്ഞാനത്തോടൊപ്പം വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ നാം കടന്നു പോകുമ്പോൾ തൻ്റെ വിജ്ഞാനവും തൻ്റെ വിശുദ്ധിയും പ്രകടിപ്പിക്കുന്ന അനുഭവങ്ങളാക്കി തൻ്റെ കൃതികളൊക്കെ മാറുകയാണ്. അന്ത്യവിധിയെക്കുറിച്ചുള്ള തൻ്റെ പ്രബോധനങ്ങൾ ലോകപ്രസിദ്ധനായ വിശുദ്ധ ഡാൻഡെ പോലെയുള്ള ആളുകൾ അവരുടെ കവിതയ്ക്ക് ഉത്തേജനമേകി എന്ന് കാണുമ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മേൽ ചെലുത്തുന്ന സ്വാധീനം എന്തുമാത്രം ഉണ്ടായെന്ന് അപ്രേം തെളിയിക്കുകയായിരുന്നു അവിടെ. ലളിതമായ ഗാനങ്ങളിലൂടെ അഗാധമായ ദൈവശാസ്ത്ര സത്യങ്ങൾ വിശ്വാസികളെ പഠിപ്പിക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു വിശുദ്ധ അപ്രേം. ദൈവമാതാവിൻ്റെ ഒരു വത്സല ഭക്തനായിരുന്നു അദ്ദേഹം. നിരവധിയായ മരിയൻ കീർത്തനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ദൈവനിഷേധികളും പാഷണ്ഡികളും സത്യവിശ്വാസത്തെ നിഷേധിച്ചപ്പോൾ ലളിതമായ സുറിയാനി ഗീതങ്ങളിലൂടെ വിശുദ്ധ അപ്രേം അതിന് പ്രതിരോധം തീർത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളതും നന്ദിയോടെ നാം അനുസ്മരിക്കണം. സുറിയാനി ഭാഷയിലെ പ്രശസ്ത നിരവധി ആരാധനാ ഗീതങ്ങൾ അപ്രേം തയ്യാറാക്കിയതാണ്. ആധ്യാത്മികവും ധാർമ്മികവുമായ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു വ്യക്തിയായിട്ടാണ് വിശുദ്ധ അപ്രേമിൻ്റെ രചനകൾ നാം കാണുന്നത്. പഴയ നിയമത്തിലെ ഉൽപ്പത്തി, പുറപ്പാട്, പുതിയ നിയമത്തിലെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ, വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. തൻ്റെ ഉജ്ജ്വല പ്രസംഗം, ഭക്തിസാന്ദ്രമായ കവിത
എന്നിവ വഴി അനേക അവിശ്വാസികളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, ആകർഷിക്കുവാൻ, അനേക പാപികളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അബദ്ധ സിദ്ധാന്തങ്ങളായ ആര്യനിസവും മണിക്കേനിസവും ഒക്കെ എതിർക്കുവാൻ തൻ്റെ തൂലിക പടവാളാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രദക്ഷിണത്തിനും മൃതസംസ്കാരത്തിനും ഉപയോഗിക്കാവുന്ന അനേക ഗീതങ്ങൾ അദ്ദേഹം എഴുതി. പരിശുദ്ധ ത്രിത്വം, മനുഷ്യാവതാരം, കൂദാശകൾ, മരിയശാസ്ത്രം എന്നിവയെക്കുറിച്ച് ഈടുറ്റ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിനെ പറ്റിയുള്ള അഗാധ സത്യങ്ങൾ വളരെ ലളിതമായി ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിന് നമുക്കും പ്രകാശമായി വന്നവനാണ് യേശു. എത്ര അർത്ഥവത്താണത്! അന്ധകാരത്തിൽ ജീവിച്ച ജനതയിൽ ഒരു പ്രകാശം കണ്ടു. പ്രകാശം കണ്ട ദിക്കിനെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. രാജാതിരാജനെ കണ്ടെത്തിയ നിഷ്കളങ്കരായ ആട്ടിടയന്മാർക്കും വിജ്ഞാനികളായ രാജാക്കന്മാർക്കും അതനുഭവപ്പെട്ടുവെങ്കിൽ ലോകത്തിനും നമുക്കും പ്രകാശമായി വന്നവനാണ്, അന്ധകാരത്തെ അകറ്റിക്കൊണ്ട് പ്രകാശമായി വന്നവനാണ് യേശു എന്ന് അപ്രേം വളരെ സരസമായ രീതിയിൽ അതിനെ പ്രതിപാദിക്കുന്നു. അവിടുത്തെ ആഗമനം പാപത്തിൻ്റെ ഇരുളകറ്റി മരണത്തിൻ്റെ ശക്തിയെ തോൽപ്പിച്ചു വിജയിച്ചതായ ഒന്നാണ്. പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അതിനെ അതിജീവിച്ച ഒരു വ്യക്തിയായിട്ടാണ് വിശുദ്ധ എബ്രഹാം യേശുവിനെ വിവരിക്കുന്നത്. നരക കവാടം തകർത്ത് സ്വർഗ കവാടം തുറന്ന് അവിടുന്ന് നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. നോക്കുക, നരകത്തിൻ്റെ വാതിലുകൾ തകർത്ത് സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറന്ന് നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം യേശുക്രിസ്തുവിനെ കാണുന്നത്. ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ മാർത്തോമാ ശ്ലീഹായെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ അഭിപ്രായമുണ്ടായിരുന്നു. വഴിയും സത്യവും ജീവനുമാണെന്ന് യേശു തമ്പുരാൻ തോമാസ് ശ്ലീഹായോടായിട്ടാണ് പറഞ്ഞത്. നമുക്കും അവനോടുകൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമസ് ഉദ്ധിതനായ യേശുവിനെ കണ്ടെത്തി എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തിയ തോമസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, യേശുവാകുന്ന സൂര്യനിൽ നിന്ന് പുറപ്പെട്ട രശ്മിയായി കടന്നു വന്ന ഭാരതത്തിൻ്റെ ഇരുളകറ്റിയ തദ്ദേശവാസികളെ യേശുവിലുള്ള വിശ്വാസത്തിലേക്കും അവിടുന്നാകുന്ന വെളിച്ചത്തിലേക്കും നയിച്ച വ്യക്തിയായിട്ടാണ് മാർത്തോമാ ശ്ലീഹായെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. നോക്കുക, നമ്മളൊക്കെ മനസ്സിലാക്കുന്നതിലും അറിയുന്നതിലും എത്രയോ ഉന്നതമായ ഒരാശയമാണ് തോമാസ് ശ്ലീഹായെക്കുറിച്ച് വിശുദ്ധ അബ്രഹാമിന് പറയുവാനുള്ളത്. യേശുവാകുന്ന സൂര്യനിൽ നിന്ന് പുറപ്പെട്ട രശ്മിയായി കടന്നു വന്ന് ഭാരതത്തിൻ്റെ ഇരുളകറ്റി തദ്ദേശവാസികളെ യേശുവിലുള്ള വിശ്വാസത്തിലേക്കും അവിടുന്നാകുന്ന വെളിച്ചത്തിലേക്കും നയിച്ച, തമസോമ ജ്യോതിർഗമയ അന്ധകാരത്തിൽ പ്രകാശത്തിലേക്ക് നയിച്ച, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിച്ച, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിച്ച ബൃഹദാരണ്യ ഉപനിഷത്ത് പറയുന്ന ആ ഒരു അനുഭവം ഒരു കവി കൂടിയായ അപ്രേം ആ ഭാഷയിൽ നമ്മോട് സംസാരിക്കുകയാണ് തോമാസ് ശ്ലീഹായെക്കുറിച്ച്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അദ്ദേഹം നിരവധി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നാണല്ലോ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നത് പോലെ, there are numerous strings in your lute.
ലെറ്റ് മീ ആഡ് മൈ ഓൺ എമംഗ് ദം. ഈശ്വര, നിൻ്റെ വീണകളിൽ ധാരാളം തന്ത്രികളുണ്ട്. അതിലൊരു തന്ത്രിയായി എന്നെയും മാറ്റൂ. നിൻ്റെ കൈകൾ കൊണ്ട്, വിരലുകൾ കൊണ്ട് എൻ്റെ തന്ത്രികളിൽ നീ മീട്ടുമ്പോൾ രാഗമായി താളമായി നിന്നിൽ അലിഞ്ഞു ചേരുവാനുള്ള വരം തരണമേ എന്ന് രവീന്ദ്രനാഥ ടാഗോർ പ്രാർത്ഥിച്ചതുപോലെ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ വീണയായി പ്രവർത്തിക്കുന്ന ഒരു അപ്രേമിനെ നാം കാണുകയാണ്. നിർമ്മലയായി പരിശുദ്ധയമ്മയെ വിശേഷിപ്പിക്കുന്നു, പരിശുദ്ധയായി വിശേഷിപ്പിക്കുന്നു, അനുഗ്രഹീതയായി വിശേഷിപ്പിക്കുന്നു, കന്യകയായി വിശേഷിപ്പിക്കുന്നു. ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയോടുള്ള പ്രത്യേകമായ ഭക്തിയിൽ അദ്ദേഹം ഈ സ്തുതിപാടലുകൾ, അമ്മയുടെ ജീവിതത്തിൽ നിന്നും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ജനങ്ങൾക്ക് അദ്ദേഹം വ്യക്തമാക്കി കൊടുക്കുകയാണ്. പ്രപഞ്ചനാഥനായ ക്രിസ്തുവിൻ്റെ നിർമ്മലയായ അമ്മ പാപഭംഗിരമായ ഈ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ ക്രിസ്തുവിന് പരിശുദ്ധയായ ഒരമ്മയെ നാം കാണുകയാണ്. അമ്മയിലൂടെ പാപം ലേശമേശാത്ത ഒരു വ്യക്തിത്വമായിരുന്നുവല്ലോ പരിശുദ്ധ അമ്മ. പാപികളുടെ പ്രതീക്ഷയായിട്ട് അവളെ കാണുകയാണ്. പാപത്തെ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുകയും ചെയ്ത തമ്പുരാൻ്റെ അമ്മ തൻ്റെ മക്കൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും മധ്യസ്ഥത അപേക്ഷിക്കുന്നുവെന്ന് കാണുമ്പോൾ നഷ്ടപ്പെട്ടവരുടെ സങ്കേതം കൂടിയായിട്ട് അമ്മ മാറുകയാണ്. സർവ കൃപയും നിറഞ്ഞവൾ, ഹെയിൽ ഫുൾ ഓഫ് ഗ്രേസ് എന്ന് ദൈവത്തിൻ്റെ മുഖ്യദൂതനായ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്തതുപോലെ സർവ കൃപകളും നിറഞ്ഞവൾ എന്നാണ് വിശുദ്ധ അപ്രേം പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നത്. പിശാചിൻ്റെ പരീക്ഷകളിൽ നിന്ന് തൻ്റെ ഭക്തരെ സംരക്ഷിക്കുന്ന ഒരമ്മ. ആദ്യത്തെ അമ്മ പൈശാചികമായ പ്രലോഭനങ്ങൾക്ക് വിധേയായിക്കൊണ്ട് അനുസരണക്കേട് കാണിച്ചു എങ്കിൽ പിശാചിൻ്റെ പരീക്ഷകളിൽ നിന്ന് തൻ്റെ ഭക്തരെ സംരക്ഷിക്കുന്ന ഒരമ്മയെയാണ് പരിശുദ്ധ അമ്മയിൽ വിശുദ്ധ അപ്രേം കണ്ടെത്തിയത്. മരണസമയത്തും വിധിയുടെ നാഴികയിലും മനുഷ്യമക്കളുടെ മധ്യസ്ഥയും അഭിഭാഷകയുമായി നിൽക്കുകയാണ് പരിശുദ്ധ അമ്മ. അതാണ് ഇപ്പോഴും എപ്പോഴും മരണസമയത്തും നമുക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ ഒരു രീതിയിൽ അവൻ്റെ ആവശ്യഘട്ടങ്ങളിൽ അവന് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കുന്ന ഒരമ്മയെ അവിടെ നാം കാണുകയാണ്. വാത്സല്യവും ദയവുമുള്ള അമ്മ, പാപികളായ നമ്മെ പുത്രൻ്റെ മഹത്വത്തിന് യോഗ്യയാക്കുന്ന അമ്മ. ഈ കന്യകമറിയമാണ് മനുഷ്യമക്കളുടെ ഏറ്റവും സുരക്ഷിതമായ സങ്കേതവും പ്രത്യാശയുമെന്ന് വിശുദ്ധ അപ്രേം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവമാകുന്ന നിധിയെ സംവഹിക്കുന്ന കപ്പലായിട്ടാണ് കന്യകമറിയം വിശേഷിപ്പിക്കപ്പെടുന്നത്. ദൈവമാകുന്ന നിധി വഹിക്കുന്ന ഷിപ്പ്, കപ്പൽ, അങ്ങനെയാണ് അമ്മയെ വിശേഷിപ്പിക്കുന്നത്. രാജാവ് ഇറങ്ങി വന്ന് വസിക്കുവാൻ തിരുമനസ്സായ മന്ദിരമാണ് പരിശുദ്ധ അമ്മ. ലോകത്തിന് ജീവൻ നൽകുന്ന ഗോതമ്പ് സംവഹിക്കുന്നവളാണ് മറിയം. നിത്യപുരോഹിതനായ ശിശുവിനെ സംവഹിക്കുന്ന യുവതിയാണ് മറിയം. സിംഹക്കുട്ടിക്ക് ജന്മം നൽകിയ ചെമ്മരിയാടാണ് മറിയം. അഗ്നിയുടെ മുന്തിരിപ്പഴം കാഴ്ച മുന്തിരിത്തണ്ടാണ് മറിയം.
ജീവൻ്റെ പുളിമാവ് നിറച്ച പാത്രമാണ് പരിശുദ്ധ മറിയം. നൂതന ശിശുവിൻ്റെ ചിത്രം തുന്നിയ ചിത്തോലയാണ് മറിയം. അൾത്താരയെ അലങ്കരിക്കുന്ന വിരിപ്പാണല്ലോ ചിത്തോല. അഗ്നിത്താക്കോൽ വഹിക്കുന്ന താഴാണ് മറിയം. ഇമ്മാനുവേലിന് ജന്മം നൽകിയ അത്ഭുതമാണ് കന്യക മറിയം. മനുഷ്യമക്കൾക്ക് കാണപ്പെട്ട രണ്ടാം സ്വർഗമാണ് മറിയം. ഒരു മനുഷ്യന് ധാരാളം സമ്പത്തുണ്ടായിരിക്കുകയും എന്നാൽ സ്നേഹമില്ലാതിരിക്കുകയും ചെയ്താൽ, വളരെയധികം വിളക്കുകൾ ഉണ്ടായിരിക്കുകയും എന്നാൽ എണ്ണയില്ലാതിരിക്കുകയും ചെയ്യുന്നത് പോലെയാണ് അവൻ്റെ ജീവിതം എന്ന് അപ്രയം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്രകാരമുള്ള വാഗ്മിയായ, കവിയായ, വീണയായ അപ്രയം നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തെ സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു വിരോധാഭാസമായി നമുക്ക് തോന്നിയേക്കാം. എങ്കിലും വരുവാനിരിക്കുന്ന രക്ഷകനെ സമാധാനത്തിൻ്റെ രാജാവായിട്ടാണ് യേശയ്യാ പ്രവാചകൻ അവതരിപ്പിക്കുന്നത്. സമാധാന സ്ഥാപകർക്ക് യേശു സൗഭാഗ്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമായി അനുഭവിക്കും. ശിഷ്യന്മാരെ പ്രേക്ഷിത ദൗത്യത്തിനയക്കുമ്പോൾ അവർക്ക് നൽകുന്ന നിർദ്ദേശത്തിലൊന്ന്, അവരൊരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം എന്നാണ് എന്ന് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. യേശു നൽകുന്ന വാഗ്ദാനം ചെയ്യുന്ന സമാധാനത്തിന് ഒരു മറുവശമാണ്. അതുകൊണ്ടാണ് ശിമോൻ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് മറിയത്തോട് ഇവൻ വിവാദ വിഷയമായ ഒരടയാളമായിരിക്കുമെന്ന് പറഞ്ഞത്. ജനത്തിൻ്റെ ധാർമ്മികമായ അധപ്പതനത്തെ വിവരിച്ചുകൊണ്ട് മീഖാ പ്രവാചകൻ പറയുന്നു. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ, പുത്രൻ പിതാവിനോട് നിന്ദയോടെ പ്രവർത്തിക്കുന്നു, മകൾ അമ്മയ്ക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കുമെതിരെ നിൽക്കൊള്ളുന്നു, സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഒരുവന് ശത്രുക്കളായി മാറുന്നു എന്നുള്ള സത്യം മീഖാ പ്രവാചകൻ എത്രയോ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ ഭിന്നിപ്പിന് ഇവിടെ കാരണമാകുന്നത് മനുഷ്യൻ്റെ ധാർമ്മികമായ അധപ്പതനമാണെന്ന് ആധുനിക സമൂഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ധാർമ്മികതയും അധാർമികതയും കൂട്ടുപിടിക്കുവാൻ തമ്മിലുള്ള ഭിന്നതയാൽ ഇവിടെ കുടുംബങ്ങളിലെ ഭിന്നതയ്ക്ക് കാരണം നമുക്കവിടെ കണ്ടെത്താൻ കഴിയും. യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിൻ്റെ സന്ദേശം സ്വീകരിക്കുകയും ദൈവരാജ്യത്തിൻ്റെ നീതി സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരും അതിനെ എതിർക്കുന്നവരും തമ്മിലുള്ള ഭിന്നിപ്പിൻ്റെ രൂക്ഷതയാണ് യേശു ഉദ്ദേശിച്ചത്. ഈശോ കൊണ്ടുവന്നിരിക്കുന്ന വാൾ ദൈവവചനമാകുന്ന വാളാണ്. ദൈവത്തിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതും അസ്ഥിയെയും മജ്ജയെയും ആത്മാവിനെയും ഒക്കെ സന്ധിബന്ധങ്ങളെയും ഒക്കെ പിളർക്കുവാൻ പര്യാപ്തമായിട്ടുള്ളതാണെന്ന് എബ്രായർക്ക് ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. യേശുവിൻ്റെ വചനം ശ്രവിക്കുക മനുഷ്യനെ സംബന്ധിച്ച് നിർണായകമാണ്. അങ്ങനെയുള്ളവർക്കാണ് യേശു സമാധാനം ആശംസിക്കുന്നത്. ആയാസരഹിത, സ്വസ്ഥത, സ്വാർത്ഥത ഇവയൊന്നും സംരക്ഷിക്കപ്പെടുവാൻ പാടില്ല. ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സമാധാനമല്ല യേശു വിഭാവനം ചെയ്യുന്നത്. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, അത് ലോകം തരുന്ന പോലെയല്ല. ലോകം തരുന്ന സമാധാനത്തിന് പരിധികളും പരിമിതികളും പരാധീനതകളുമുണ്ട്. അവിടുന്ന് നൽകുന്ന സമാധാനം ശാശ്വതമായ സമാധാനമാണ്. യേശുവിൻ്റെ സാന്നിധ്യം യേശു ആഗ്രഹിക്കുന്ന ഒരു ഭിന്നിപ്പിന് കാരണമാകുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം തിന്മ പ്രവർത്തിക്കുന്ന മനുഷ്യനാണ്. നന്മ പ്രവർത്തിക്കുന്ന മനുഷ്യൻ ഒരിക്കലും അസമാധാനം ഉണ്ടാവുകയില്ല. അവൻ്റെ കടമകൾ ദൈവമുമ്പാകെ, മനുഷ്യരുടെ മുമ്പാകെ, മനസാക്ഷിയുടെ മുമ്പാകെ അഭംഗരമായി നിറവേറ്റി എന്നുള്ള സംതൃപ്തിയാണ് അവനുള്ളത്. നന്മ മാത്രമാണ് ഈശോ ഈ ലോകത്തിൽ നിർവഹിച്ചത്. സമാധാനം അനുഭവിക്കുന്നവരും
സമാധാനം പാലിക്കുന്നവരുമാകുവാൻ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. നിശബ്ദതയോടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടവസ്തുക്കളിൽ, സൃഷ്ടിയുടെ കിരീടമായ മനുഷ്യനിൽ കണ്ടെത്തുവാൻ കഴിയണം. വിശ്വാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സ്നേഹത്തിലൂടെയും അത് പരിപോഷിപ്പിക്കുവാൻ കഴിയണം. അതിർത്തികളില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം, അവിടുത്തെ ശാശ്വത സമാധാനം തൻ്റെ മക്കൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യുമ്പോൾ വിശുദ്ധ അപ്രേമിനോട് ചേർന്ന് അവിടുത്തെ കവിതകളിലൂടെ, അവിടുത്തെ വാക്കുകളിലൂടെ, അവിടുത്തെ വീണകളിലൂടെ നാമും ഈ സമാധാനം അനുഭവിക്കുവാൻ, പകർന്നു കൊടുക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.